നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം എന്ന വാർഡിലെ കൗൺസിലർ മാത്രമായിരുന്ന സുഗതൻ ഇന്ന് കേരളം മൊത്തം അറിയുന്ന ഒരു BJP നേതാവായി മാറിയിരിക്കുന്നു. ഒരിക്കൽ CPM അവസാനിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതാവായിരുന്നു സുഗതൻ. തന്നെ വകവരുത്താൻ വന്ന പാർട്ടി ഗുണ്ടകളിൽ നിന്ന് ആയുധം പിടിച്ചു വാങ്ങി സ്വയം പ്രതിരോധത്തിനായി നടത്തിയ ആക്രമണം CPM ഇന്നും ഓർക്കുന്നുണ്ടാകും. അത്യാവശ്യം ചോരത്തിളപ്പുള്ള ഒരു ചെറുപ്പക്കാരനെ CPMഉം കേരള പോലീസും ചേർന്ന് ഗുണ്ടയാക്കി മാറ്റാനായിരുന്നു ശ്രമം. പക്ഷെ ഫലം മറ്റൊന്നായി മാറുകയാണോ? അർദ്ധരാത്രി വീട് വളഞ്ഞ് ആകാശത്തേക്ക് വെടിവെച്ച് വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്ത BJP കൗൺസിലർ സുഗതന് പിന്തുണയേറുകയാണ്. സുഗതനെ ഗുണ്ടയാക്കിയത് പോലീസിൻ്റെ പട്ടിഷോ ആണെന്ന രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ DGP കൂടിയായ കൗൺസിലർ R. ശ്രീലേഖ. BJP സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയാണ് R. ശ്രീലേഖ. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതൻ എങ്ങനെ ഗുണ്ടയായി? കഴിഞ്ഞ 10 വർഷത്തെ CPM ദുർഭരണത്തിൽ കേരളത്തിൽ ആകെ സ്റ്റേറ്റ് സ്പോൺസേഡ് ഗുണ്ട വിളയാട്ടമായിരുന്നല്ലോ. അതിനെതിരെ ധൈര്യപൂർവ്വം ചെറുത്തുനിന്ന ഒരു യുവാവാണ് സുഗതൻ. വട്ടിയൂർക്കാവിലുണ്ടായിരുന്ന സകലമാന അനധികൃത പ്രവൃത്തികളെയും ചോദ്യം ചെയ്യുകയും നാട്ടുകാർക്ക് വേണ്ടി പൊരുതി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് സുഗതനെതിരെ ഇത്രയധികം കേസുകൾ പോലീസ് എടുത്തത്. എല്ലാം CPM നേതാക്കന്മാരുടെ ആജ്ഞപ്രകാരമാണ്. ഇതെല്ലാം അറിയാവുന്ന ജനമാണ് സുഗതനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത്. അത് CPMകാർക്ക് വലിയ തിരിച്ചടിയായി. 25 വാർഡുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 11 BJPയും 9 കോൺഗ്രസും കൊണ്ടുപോയത് അവിടെയുള്ള CPM ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കാരണമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണെന്നറിഞ്ഞപ്പോൾ തുടങ്ങി പോലീസ് എനിക്കെതിരെയും എടുത്തല്ലോ 2 കള്ളക്കേസുകൾ. കേരളത്തിൽ ഭരണം മാറി, പക്ഷേ മറ്റൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും പോലീസും ജില്ലാ അധികാരികളും മറ്റുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ CPM പറയുന്നതൊക്കെ അനുസരിക്കുന്ന അടിമകളും വിധേയരുമാണ്. ജൂൺ 9 രാത്രി 9 മണിക്ക് CPM നേതാക്കൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു നാടകമാണ് സുഗതൻ്റെ വീടിന് മുന്നിൽ അരങ്ങേറിയത്. കാപ്പ പ്രതിയെ ഒരു ലോക മാഫിയ തലവനെയോ തീവ്രവാദിയെയോ പിടിക്കുന്നത് പോലൊന്നും പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. വെറും 4 പേർ മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു പ്ലാറ്റൂൺ സായുധ പോലീസുമായി 2 വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടി ചെന്ന് വീട്ടുകാരെ, പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തി അക്രമം നടത്തി. അതൊന്നും പോരാതെ അക്രമാസക്തമായ വലിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനെന്ന പോലെ ആകാശത്തേക്ക് വെടിയുതിർത്ത് മഫ്റ്റി വേഷത്തിൽ ചീപ്പ് ഹീറോയിസം കാണിച്ച SHO വിപിൻ ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസ് ആണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അയാളെ തിരഞ്ഞെടുപ്പിന് മുമ്പ് CPM സർക്കാർ പ്രത്യേകമായി ചെങ്ങന്നൂരിൽ നിന്ന് കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചതാണ്. അവിടെ 3ാം വട്ടവും അഡ്വക്കേറ്റ് VK പ്രശാന്തിനെ വിജയിപ്പിക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശത്തിനാണ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, പക്ഷേ ആരോഗ്യമന്ത്രിക്ക് നന്നായി അറിയാം. സുഗതൻ ഗുണ്ടയല്ല, ഒരു ജനപ്രതിനിധിയാണ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെയല്ലാതെ ഒരാൾക്കുമെതിരെ സുഗതൻ പ്രതികരിച്ചിട്ടില്ല, സഹായിച്ചിട്ടേ ഉള്ളൂ. ഇതൊന്നും ഇപ്പോഴും CPM വിധേയത്വം വിട്ടുമാറാത്ത ഒരു പോലീസുകാരും സർക്കാരിനെ അറിയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്, ഇത്തരം പട്ടിഷോ നടത്തി ജനസേവകരെ പീഡിപ്പിക്കുന്ന പോലീസിനെ അഭിനന്ദിക്കുന്ന ആഭ്യന്തരമന്ത്രി കോൺഗ്രസ് അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗം മാത്രമാണെന്ന് ജനം ധരിച്ചാൽ അതിൽ അതിശയപ്പെടേണ്ടതില്ല. ഇങ്ങനെയാണ് R. ശ്രീലേഖയുടെ അതിരൂക്ഷമായ വിമർശനം അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ കേരള പോലീസിനെ വിമർശിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി കാര്യമറിയാതെയാണ് ഈ കാര്യത്തിൽ പോലീസിനെ അഭിനന്ദിച്ചത് എന്ന് വ്യക്തമായി പറയുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് 25 മണ്ഡലങ്ങൾ വാർഡുകളുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 11 BJPയും 9 കോൺഗ്രസും കൊണ്ടുപോയത് എന്ന് പറയുന്നതിലൂടെ തന്നെ CPIMന് വട്ടിയൂർക്കാവിൽ നഷ്ടപ്പെട്ടു വരുന്ന ജനസ്വാധീനത്തെ വരച്ചു കാട്ടുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. എന്തായാലും R. ശ്രീലേഖയ്ക്ക് പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ സുഗതന് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സുഗതന് നേരെ നടക്കുന്നത് CPM ഗൂഢാലോചനയാണെന്നും സുഗതനെ പാർട്ടി സംരക്ഷിക്കുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. സുഗതൻ്റെ അറസ്റ്റിനെതിരെ മേയർ അടക്കം രംഗത്ത് വന്നിട്ടു. സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിക്കാത്തത് എന്തെന്ന വിമർശനം നേരത്തെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. സുഗതനെ CPM ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിയമപരമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് പാർട്ടിയിലെ K. സുരേന്ദ്രൻ വിഭാഗത്തോടൊപ്പം എന്നുമുണ്ടായിരുന്ന
ഒരു പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ ഒരു നേതാവായിരുന്നു സുഗതൻ. അതുകൊണ്ട് തന്നെ അതറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ സുഗതനെ പിന്തുണയ്ക്കുന്നില്ലയോ എന്നൊരു സംശയം പൊതുവെ കേരളത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ആ നയം വ്യക്തമാക്കിക്കൊണ്ട് പാർട്ടി CPIM-ന്റെ ഈ ആക്രമണത്തിനെതിരെയാണ്, സുഗതനോടൊപ്പമാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. മേയർ VV രാജേഷ് നേരത്തെ തന്നെ സുഗതന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. സുഗതൻ കാപ്പ കേസ് പ്രതിയാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ദില്ലിയിൽ വെച്ച് പ്രതികരിച്ചിരുന്നു. അറസ്റ്റ് നടക്കുമ്പോൾ ദില്ലിയിലായിരുന്ന മേയർ തിരികെ എത്തിയ ഉടൻ സുഗതന്റെ വീട് സന്ദർശിച്ചിരുന്നു. സുഗതനെതിരായിട്ടുള്ള നീക്കം രാഷ്ട്രീയമായി നേരിടാനാണ് ഇപ്പോൾ BJPയുടെ തീരുമാനം. അതിനൊരു കാരണമുണ്ട്. നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്ത BJPക്കെതിരായിട്ടുള്ള CPM നീക്കമാണ് സുഗതനെ ലക്ഷ്യം വയ്ക്കുന്നതിന് പിന്നിലെന്ന് അവർ തിരിച്ചറിയുന്നു. 50 BJP അംഗങ്ങളാണ് നഗരസഭയിൽ ജയിച്ചു കയറിയത്. കേവല ഭൂരിപക്ഷത്തിന് 51 അംഗങ്ങളുടെ പിന്തുണ വേണം. സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് BJP കോർപ്പറേഷൻ ഭരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഒരു കോർപ്പറേഷൻ ഭരണത്തിലെത്തിയത്. 45 വർഷം തുടർച്ചയായി ഇടതുമുന്നണി ഭരിച്ച കോർപ്പറേഷനിലാണ് BJP അധികാരം പിടിച്ചെടുത്തത് എന്നോർക്കണം. സുഗതന് സ്ഥാനാർത്ഥിത്വം നൽകിയപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കാപ്പ കേസ് ചർച്ചയായിരുന്നു. സുഗതനെ നിയമക്കുരുക്കിൽപ്പെടുത്തിയാൽ കൗൺസിലിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ അയോഗ്യനാക്കാൻ CPM ശ്രമിക്കുന്നുവെന്നാണ് BJP വിലയിരുത്തൽ. അങ്ങനെ വാഴോട്ടുകോണത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അതിൽ BJP പരാജയപ്പെടുകയും ചെയ്താൽ നഗരസഭാ ഭരണം സമ്മർദ്ദത്തിലാകും. ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുള്ള നീക്കമാണ് ഇപ്പോൾ BJPയും നടത്തുന്നത്. അറസ്റ്റിനെയും നിയമ നടപടികളെയും രാഷ്ട്രീയമായി നേരിട്ട് പൊതുജനവികാരം സുഗതൻ അനുകൂലമാക്കുന്നതിൽ BJP ഒരു പരിധിവരെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സംസ്ഥാന അധ്യക്ഷനടക്കം പിന്തുണ പ്രഖ്യാപിച്ചത് ഈ സാഹചര്യത്തിലാണ്. BJP ജില്ലാ നേതൃത്വവും സുഗതന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ BJPയുടെ മുഴുവൻ കൗൺസിലർമാരും പങ്കെടുത്തിരുന്നു. വട്ടിയൂർക്കാവ് MLA-യും മന്ത്രിയുമായ K മുരളീധരൻ്റെ പ്രസ്താവനയും ഇത് ഇടത് നീക്കത്തിന് എതിരായിരുന്നു. ആകാശത്തേക്ക് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ച പോലീസിനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചെങ്കിലും K മുരളീധരൻ വട്ടിയൂർക്കാവ് പോലീസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. തൻ്റെ മണ്ഡലത്തിൽ കയറി പോലീസ് അനാവശ്യമായ ഷോ കാണിക്കുകയാണ് എന്നായിരുന്നു മുരളീധരൻ്റെ അഭിപ്രായം. അതേസമയം അറസ്റ്റിലായ സുഗതനെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സുഗതനെതിരായിട്ടുള്ള ഈ നിയമ നടപടികളും അതിനെ പ്രതിരോധിക്കാനുള്ള BJPയുടെ തന്ത്രങ്ങളും ഇപ്പോൾ തലസ്ഥാന രാഷ്ട്രീയത്തെ ഹരം പിടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിവാദങ്ങളും അതുപോലെ തന്നെ മറുവാദങ്ങളുമെല്ലാം വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം.